ഇനി നമുക്ക് സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ, ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നോഡ്സിൻ്റെ കളക്ഷനാണ് അല്ലേ. ആ നോഡ്സിൻ്റെ കളക്ഷനകത്ത് ഒരു സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ നോഡെന്ന് പറഞ്ഞാൽ ആ നോഡിൽ ഒരു ഡേറ്റയും പിന്നെ ഒരു ലിങ്കുവേ കാണുള്ളൂ. ഒരു ഡേറ്റയും കാണും, ഒരു ലിങ്കും കാണും. ഓക്കെ, അപ്പോൾ ഈ സാധാരണ സിംഗിൾ ലിങ്ക് ലിസ്റ്റിനകത്ത് ഒരു ഡേറ്റയും ഒരു ലിങ്കും മാത്രമുള്ള സിംഗിൾ നോഡ്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ സിംഗിൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. Then here each node contains only one link which points to the subsequent node in the list. Okay, അപ്പോൾ ഡേറ്റയും ലിങ്കും ഉണ്ടായിരിക്കും. ആ ലിങ്കിൽ നിന്ന് നമുക്ക് വേറൊരു നെക്സ്റ്റ് നോഡിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ലിങ്ക് ചെയ്യുന്നത്. ഇതാണ് എക്സാമ്പിൾ. നമുക്കറിയാം ലിങ്ക് ലിസ്റ്റിനകത്ത് ഏറ്റവും ആദ്യത്തെ ആദ്യത്തെ പോയിന്ററിനെ വിളിക്കുന്ന പേരെന്താണ്, ഹെഡ്. ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോയിന്ററാണ്. നമ്മുടെ ലിസ്റ്റിനകത്തുള്ള ഒരു എന്താ പറയുന്നത്, നോഡ്സിലേക്കുള്ള അത് ഫസ്റ്റ് നോഡിലേക്കുള്ള ഒരു പോയിന്റർ അല്ലെങ്കിൽ അഡ്രസ്സിൻ്റെ വാല്യൂവിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു വേരിയബിളാണ് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോയിന്ററാണ്. എന്ന് പറഞ്ഞാൽ ഹെഡിൻ്റെ കണ്ടന്റ് എപ്പോഴും എന്തുമായിരിക്കും, ഒരു അഡ്രസ്സ് ആയിരിക്കും. സോ നമ്മൾ ഹെഡ് എന്ന് എഴുതുവാണെങ്കിൽ ഹെഡിൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അഡ്രസ്സ് ആയിരിക്കും. സപ്പോസ് ഈ D1 D2 D3 D4 എല്ലാം എന്താണെന്ന് വിചാരിക്കുക, നമുക്ക് പോയിന്റേഴ്സാണ്, നോഡ്സ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് 1000 ആണെന്ന് വിചാരിക്കുക, സെക്കൻഡ് നോഡിൻ്റെ അഡ്രസ്സ് 2000 ആണെന്ന് വിചാരിക്കുക, ദെൻ ഇത് 3000, ദെൻ 4000 അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നോഡിൻ്റെ ശരിക്കുള്ള അല്ലെങ്കിൽ ഓരോ നോഡിൻ്റെയും ശരിക്കുള്ള മെമ്മറി അഡ്രസ്സുകളെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഹെഡ് എന്നുള്ള പോയിൻ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന എന്തായിരിക്കും, ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1000. ഓക്കെ, അപ്പോൾ ഹെഡിൽ ലിങ്ക് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ആ അഡ്രസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ ലിങ്ക് ലിസ്റ്റിൻ്റെ ഏറ്റവും ആദ്യത്തെ നോഡിലേക്കുള്ള പോയിൻ്റർ ആയിരിക്കും ഈ 1000 അല്ലേ, അല്ലെങ്കിൽ ഈ ഒരു ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹെഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത നോഡിലേക്ക് നമ്മൾ കണക്റ്റ് ആവും. അപ്പോൾ നോക്ക്, ഇവിടുത്തെ ഹെഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഹെഡിൽ നിന്ന് നമ്മൾ കണക്റ്റ് ആവുന്ന എങ്ങോട്ടേക്കാണ്, ഫസ്റ്റ് നോഡിലേക്കാണ്. അതിൻ്റെ ഡേറ്റ പാർട്ട് D1. അതിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ നോഡ് എങ്ങോട്ടേക്കാണോ കണക്ട് ചെയ്തേക്കുന്നത് ആ അഡ്രസ്സ് ആയിരിക്കും ഈ ഒരു ലിങ്ക് പോർഷനിൽ വരിക. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് എങ്ങോട്ടേക്കാണ്, 2000ലേക്കാണ്. അപ്പോൾ ഈ ഒരു പോർഷനിൽ വരുന്നത് എന്തായിരിക്കും, 2000. ഓക്കെ, ഇത് നെക്സ്റ്റ് നോഡാണ് വിത്ത് വാല്യൂ 2000. ആ നോഡിന് ഒരു ഡേറ്റ പോർഷൻ ഉണ്ട് D2. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആ നോഡിൽ നിന്ന് നമുക്കൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് കൊടുക്കുന്ന ഇവിടെ ആയിരിക്കും, അതിൻ്റെ ലിങ്ക് പോർഷനിലായിരിക്കും. ലിങ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്, 3000 ആണ് ഇവിടുത്തെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അഡ്രസ് ഇൻഫർമേഷൻ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഈ 2000 നിന്ന് അല്ലെങ്കിൽ D2 നിന്ന് D3യിലേക്ക് നമുക്ക് എന്ത് ചെയ്യും, ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവും. എഗെയിൻ D3 ഉണ്ട്. അപ്പോൾ D3 എന്ന് പറയുമ്പോഴേക്കും D3ക്കകത്ത് ഡേറ്റ ഉണ്ട്. ദെൻ അവിടുത്തെ ലിങ്ക് D3 എങ്ങോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്, 4000ലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്. സോ ദർ ഇസ് എ ലിങ്ക് ഫ്രം D3 ടു D4. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് നോഡാണ്. ആ ലാസ്റ്റ് നോഡിനകത്ത് നമുക്കിനി നമ്മൾ വേറൊരു നോഡിലേക്ക് റെഫർ ചെയ്യുന്നില്ല. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യണം, നള്ളായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് 2 കാര്യങ്ങളാണ് പഠിച്ചത്. ഒരു ഹെഡ് ഉണ്ട്. ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പോയിന്ററാണ്. ആ പോയിന്റിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡ് ഇൻ ദ ലിങ്ക്ഡ് ലിസ്റ്റ്. അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡ് അല്ലേ, ഫസ്റ്റ് നോഡ് ഇൻ ദ ലിങ്ക്ഡ് ലിസ്റ്റ്. ഈ ലിങ്ക്ഡ് ലിസ്റ്റിനകത്തുള്ള ഫസ്റ്റ് നോഡിനെയാണ് ആര് കണ്ടെയ്ൻ ചെയ്തത്, ഹെഡ് കണ്ടെയ്ൻ ചെയ്തത്. ഒരു അഡ്രസ് വേരിയബിളാണ്, അഡ്രസ്സിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു പോയിൻറ്റിംഗ് വേരിയബിളാണ്. ദെൻ നമ്മുടെ ലാസ്റ്റ് നോഡിൻ്റെ അഡ്രസ് പോർഷൻ എപ്പോഴും എന്തായിരിക്കും, നള്ളായിരിക്കും. ഓക്കെ, അഡ്രസ്സ് എന്തായിരിക്കും, നള്ളായിരിക്കും. അതാണ് നമ്മൾ അഡീഷണലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് സിംഗിൾ ലിസ്റ്റിനകത്തുള്ള ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ ട്രാവേഴ്സൽ, ദെൻ ഇൻസേർഷൻ, ദെൻ ഡിലീഷൻ. അപ്പോൾ ഈ ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു അറേ ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു അറേ ഉണ്ടെന്ന് വിചാരിക്കാം. ആ അറേയുടെ ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ നമ്മൾ A ഓഫ് A എന്നാണ് അറേയുടെ പേരെങ്കിൽ A ഓഫ് 0 എലമെൻ്റ് ഉണ്ട്, A ഓഫ് 1 A ഓഫ് 2 A ഓഫ് 3 അല്ലേ. അതായത് 4 എലമെൻ്റ് ഉള്ള ഒരു അറേ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഓരോ ലൊക്കേഷനിലെ കണ്ടൻറ്റിനെ ഡിസ്പ്ലേ ചെയ്യിക്കുന്ന പ്രോസസ്സാണ് എന്ന് പറയുന്നത് നോർമലി ഉള്ള ഒരു അറേയുടെ ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തുള്ള ഓരോ നോഡിലുള്ള അല്ലെങ്കിൽ ഓരോ ഇൻഡെക്സിലുള്ള വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. പക്ഷേ ഇവിടുത്തെ ട്രാവേഴ്സലിന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്, ലിങ്ക് ലിസ്റ്റാണ്. ലിങ്ക് ലിസ്റ്റിനകത്ത് എന്താണ്, ഫുൾ ഓഫ് നോഡ്സ് ആണുള്ളത് അല്ലേ. നമുക്ക് ഫുൾ ഓഫ് നോഡ്സ് ആണുള്ളത്. അപ്പം നോഡ്സിൻ്റെ ഡേറ്റയെ ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്, നോഡ്സിൻ്റെ അകത്തുള്ള ഡേറ്റ എന്താണ്, ഇവിടെ D1, ഇവിടുത്തെ ഡേറ്റ പോർഷൻ D2, ഇവിടുത്തെ ഡേറ്റ പോർഷൻ D3, ഇവിടുത്തെ ഡേറ്റ പോർഷൻ D4. അങ്ങനെ നോഡ്സിനകത്തുള്ള ഡേറ്റ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാവേഴ്സലിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ അൽഗോരിതം പഠിക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് എന്താണ്, ഒരു ലിങ്ക് ലിസ്റ്റിനെ ട്രാവേഴ്സ് ചെയ്യണം. ലിങ്ക് ലിസ്റ്റിനെ ട്രാവേഴ്സ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ലിസ്റ്റ് ഉണ്ടോ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആരുടെ സ്റ്റാറ്റസ് നോക്കിയാൽ മതി, ഹെഡിൻ്റെ വാല്യൂ നോക്കിയാൽ മതി. അതായത് ആകെ നമുക്കറിയാവുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂ, ഹെഡ്. നമുക്ക് ഇതാണ് അൽഗോരിതം. അൽഗോരിതത്തിൽ കൊടുത്തേക്കുന്ന പേരാണ് ഡിസ്പ്ലേ. അവിടെ നമുക്ക് കയ്യിലുള്ള ആകെയുള്ള വാല്യൂ എന്താണ്, ഹെഡിൻ്റെ ഇൻഫർമേഷനാണ്. അപ്പോൾ ഹെഡിനകത്ത് എലമെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ, ഹെഡിൻ്റെ വാല്യൂ നള്ളാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, ഇങ്ങനൊരു ലിസ്റ്റ് ഇല്ല.
ലിസ്റ്റ് ഈസ് നോട്ട് എക്സിസ്റ്റിംഗ് അല്ലേ. ലിസ്റ്റ് ഹെഡിൻ്റെ വാല്യൂ നള്ളാണെങ്കിൽ എന്താണ് അതിൻ്റെ മീനിങ്, അവിടെ ഒരു നോഡും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് എന്ന് പറയുമ്പോഴേക്കും ഫസ്റ്റ് നോഡ് തന്നെ ഇല്ല എങ്കിൽ അവിടെ നോഡ്സ് എന്തെങ്കിലും ഉണ്ടോ, ഒന്നുമില്ല. അപ്പോൾ അതൊരു എം ടി ലിസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇനി അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ലിസ്റ്റ് ഈസ് എം ടി. അതർവൈസ് അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ നോഡിനകത്തുള്ള ഈ നോഡിൽ നിന്ന് അടുത്ത നോഡിലേക്ക് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം, മൂവ് ചെയ്യണം. വെറുതെ മൂവ് ചെയ്താൽ പോരാ, നമുക്ക് ഓരോ നോഡിൻ്റെ കണ്ടൻറ്റ് എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ ഇതാണ് നമ്മുടെ ലിസ്റ്റെങ്കിൽ ആദ്യം 10 ഡിസ്പ്ലേ ആവണം, 20 ആവണം, 30 ആവണം, 40 ആവണം. അപ്പോൾ ഞാൻ ചുമ്മാ റാൻഡമായിട്ട് കൊടുക്കുവാണ്. ഇതിൻ്റെ മെമ്മറി അഡ്രസ് 1000, ഇത് 2000, ഇത് 3000, ഇത് 4000, അങ്ങനെ നമ്മൾ കൊടുക്കുകയെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്തുള്ള ഓരോ നോഡിനകത്തുള്ള ഡേറ്റ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആകെ അറിയാവുന്നൊരു ഇൻഫർമേഷൻ എന്താ ഉള്ളത്, ഹെഡാണ്. അപ്പോൾ നമുക്ക് ഇതിന് ഓരോ അഡ്രസ്സിലേക്ക് മൂവ് ചെയ്യണം. അപ്പം ആദ്യമേ 1000 എന്നുള്ള അഡ്രസ്സിൽ വരണം, പിന്നെ 2000 എന്നുള്ള അഡ്രസ്സിൽ വരണം, പിന്നെ 3000 എന്നുള്ള അഡ്രസ്സിൽ വരണം, 4000 എന്നുള്ള അഡ്രസ്സിൽ വരണം. അവിടെയുള്ള ഡേറ്റയാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അല്ലേ. ഇപ്പോൾ 10 എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും പറഞ്ഞാൽ 10 എന്ന് പറഞ്ഞാൽ 1000 എന്നുള്ള അഡ്രസ്സിലുള്ള ഡേറ്റ. അതിനെ നമ്മൾ എങ്ങനെ എഴുതുന്നത്, 1000ൻ്റെ ഡേറ്റ, 1000 ടെൻസ് ടു ഡേറ്റ. അതാണ് ഇതെന്ന് പറയുന്നത് 10 എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ നമുക്ക് 20 എന്ന് പറഞ്ഞാൽ എന്താണ്, 2000ൻ്റെ ഡേറ്റ, 2000ൻ്റെ ഡേറ്റയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, 20 എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇനി 40 എന്ന് പറഞ്ഞാൽ എന്താണ്, 4000 എന്നുള്ള ലൊക്കേഷൻ്റെ അല്ലെങ്കിൽ അഡ്രസ്സിൻ്റെ കണ്ടൻറ്റ്, ഡേറ്റ കണ്ടൻറ്റാണ് എന്തെന്ന് പറയുന്നത് 40 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോ കണ്ടൻറ്റും എടുത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ഔട്ട് ചെയ്യണം. അതാണ് നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആകെ അറിയാവുന്ന ഇൻഫർമേഷൻ എന്തേ ഉള്ളൂ, ഹെഡേ ഉള്ളൂ. അപ്പോൾ ഈ അഡ്രസ്സുകളെ തമ്മിൽ ഇതൊരു നോർമൽ വേരിയബിൾ ആണെങ്കിൽ നമുക്ക് ആ വാല്യൂസിനെ മൂവ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു വേരിയബിൾ എടുക്കുമായിരുന്നു. പക്ഷേ എന്ന് പറഞ്ഞാൽ എന്താണ്, പോയിൻറ്റേഴ്സാണ്, മെമ്മറി അഡ്രസ്സുകളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അഡ്രസ്സുകളെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അഡ്രസ്സുകളുടെ അകത്ത് നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ അഡ്രസ്സുകളെ ചേഞ്ച് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിക്കേ, നമ്മൾ എപ്പോഴും എടുത്തേക്കുന്നത് എന്താണ്, ഡേറ്റകളാണ്. ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് എന്താണ്, ഫുൾ ഓൺ ഡേറ്റാസ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഈ അഡ്രസ്സുകൾ മാത്രം മാറിയാൽ മതി. അപ്പോൾ അതിനെ നമുക്കൊരു യൂണിഫോം വേരിയബിളിലോട്ട് മാറ്റാം. അപ്പോൾ ഈ അഡ്രസ്സിന് വേണ്ടി നമ്മൾ എടുക്കുന്ന വേരിയബിളിൻ്റെ പേരെന്താണ്, പോയിൻറ്റർ അല്ലെങ്കിൽ PTR. ഇവിടെ PTR എന്നുള്ള പേര് വിളിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു പോയിൻറ്റർ ആണെന്ന് കാണിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ P എന്നോ X എന്നോ Y എന്നോ ഇഷ്ടമുള്ള പേര് വിളിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, PTR എന്നൊരു പോയിൻ്റ് എടുത്തു. അപ്പോൾ PTR എന്ന് പറഞ്ഞാൽ എന്താണ്, അഡ്രസ്സുകളെ ഹോൾഡ് ചെയ്യാനുള്ള വേരിയബിളാണ് PTR. അപ്പോൾ PTR എന്ന് പറഞ്ഞാൽ നമ്മുടെ ആകെ ഒരു അഡ്രസ്സേ ആദ്യം അറിയുള്ളൂ, അതെന്താണ്, ഹെഡാണ്. അപ്പോൾ ഹെഡിൻ്റെ വാല്യൂ അങ്ങ് ആർക്ക് കൊടുത്തു, PTRന് കൊടുത്തു. അപ്പോൾ PTRൻ്റെ ഇപ്പോൾ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1000 ആണ്. ഇനി നമുക്ക് 1000ൽ നിന്നുകൊണ്ട് അടുത്ത ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ 1000ൻ്റെ അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അതാണ് 2000. ഈ 2000 എന്നുള്ള വാല്യൂ എവിടെയാണ് കിടക്കുന്നത്, ആക്ച്വലി ഈ 1000ൻ്റെ ലിങ്ക് പോർഷനിലാണ് എന്ത് കിടക്കുന്നത്, 2000 എന്നുള്ള വാല്യൂ കിടക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1000ൻ്റെ ലിങ്ക് ആവണം നെക്സ്റ്റ് PTR അല്ലേ. അതായത് ഇനി PTR അപ്ഡേറ്റ് ചെയ്യുന്നത് എന്താവണം, 1000ൻ്റെ ലിങ്ക് ആവണം. 1000ൻ്റെ ലിങ്ക് എന്ന് പറയുമ്പോഴേക്കും ഈ ഒരു പോർഷൻ ഫുള്ള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ത് ബ്ലോക്ക് ചെയ്യാൻ പറ്റിയിട്ടാണ്, 2000 എന്നുള്ള ബ്ലോക്ക് ചെയ്യാൻ പറ്റിയിട്ടാണ് അല്ലേ. ഇനി 2000 നിൽക്കുന്ന സമയത്ത് PTR എന്തായി, 2000 ആയി കഴിയുന്ന സമയത്ത് നമുക്ക് ചേഞ്ച് ആവേണ്ട എങ്ങോട്ടേക്കാണ്, 3000ലേക്ക് അല്ലേ. നമുക്ക് ചേഞ്ച് ആവേണ്ട എങ്ങോട്ടേക്കാണ്, 3000ലേക്ക്. അപ്പം ഈ 2000-നകത്തുനിന്ന് നമുക്ക് 3000 എങ്ങനെ കിട്ടും, 2000ൻ്റെ ലിങ്ക് പോർഷനിലാണ് എന്ത് കൊടുത്തേക്കുന്നത്, 3000 കൊടുത്തേക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു 3000 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ PTR ഓൾറെഡി 2000 ആണ്. PTRൻ്റെ ലിങ്ക് എടുക്കുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും, 3000 എന്ന് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് PTR ആരാണ്, ഈ 3000. അപ്പോൾ നമുക്ക് 3000ൻ്റെ ലിങ്കിൽ നിന്ന് വേണം നമുക്ക് എങ്ങോട്ട് പോകാനായിട്ട്, 40 എടുക്കാൻ വേണ്ടി 4000ലേക്ക് പോകാൻ. അപ്പോൾ 30 എന്നുള്ള ഈ ഒരു നോഡിൻ്റെ അല്ലെങ്കിൽ 3000 എന്നുള്ളൊരു നോഡിൻ്റെ എന്താണ് ലിങ്ക് പോർഷനാണ് ഇതെന്ന് പറയുന്നത് 4000 എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ തവണ നമ്മൾ വരുമ്പോഴും എന്താ ചെയ്യുന്നത്, PTR ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ PTR എന്താവും, PTR = ഹെഡ് എന്ന് പറയുമ്പോഴേക്കും ഹെഡിൻ്റെ വാല്യൂ എവിടെ വരും, PTRൽ വരും. ഓക്കെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി PTR എവിടേക്കും അസൈൻഡ് ആയി, നമ്മുടെ 1000 എന്നുള്ള മെമ്മറി ലൊക്കേഷനെയും PTRന് കാണാൻ പറ്റും. അപ്പോൾ PTRൻ്റെ ഡേറ്റ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് വാല്യൂയും കിട്ടും, 10 എന്നുള്ള വാല്യൂയും കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, PTRനെ ചേഞ്ച് ചെയ്യണം. അപ്പം 1000ൻ്റെ അഡ്രസ്സിലാണ് എന്ത് കിടക്കുന്നത്, 2000 എന്നുള്ള ഡേറ്റ കിടക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത PTR ആവേണ്ടത് ആരാണ്, 1000ൻ്റെ അഡ്രസ്സാണ്, 1000ൻ്റെ ലിങ്കാണ് അല്ലേ. 1000ൻ്റെ ലിങ്കാണ് നെക്സ്റ്റ് PTR ആവേണ്ടത്. ഈ 1000 എന്ന് പറഞ്ഞാൽ ആരാണ്, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് PTR ആണെന്ന്. സോ നമ്മൾ എന്ത് കൊടുത്തു, PTRൻ്റെ ലിങ്കാക്കി നമ്മൾ ആരെ കൊടുത്തു, നമ്മുടെ PTRനെ. അതായത് PTR അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, PTRൻ്റെ ലിങ്ക് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, അപ്ഡേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് PTR ആരായി മാറി, 2000 ആയി. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണ്, 2000 ലിങ്കിലുള്ള നോഡിലേക്ക് വേണം നമുക്ക് പോകാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ PTRൻ്റെ വാല്യൂ PTRൻ്റെ ലിങ്കുമായിട്ട് കണക്ട് ചെയ്യണം. അതായത് നെക്സ്റ്റ് PTR എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, PTRൻ്റെ ലിങ്ക്. അപ്പോൾ നമ്മളിവിടെ എത്തും, 3000-ലെത്തും, ദെൻ 4000-ലെത്തും. അങ്ങനെ നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, PTR വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, PTR = PTR ടെൻസ് ടു ലിങ്ക്. ഓക്കെ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ആകെ പഠിക്കാനായിട്ട്. സാധാരണ നമ്മൾ അറേ ട്രാവേഴ്സ് ചെയ്യുന്ന സമയത്ത് i = i+1 വെച്ചിട്ട് നമ്മൾ a of i നമ്മൾ പ്രിൻറ്റ് ചെയ്യത്തില്ലായിരുന്നോ, പ്രിൻറ്റ് a of i. ആ സെയിം പരിപാടി തന്നെയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ലിങ്ക്ഡ് ലിസ്റ്റിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ ഐക്ക് പകരമായിട്ട് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നു, i = i+1 പകരമായിട്ട് ഇവിടെ നമ്മുടെ ആരാ ഉള്ളത്, ptr ആണുള്ളത്, പോയിൻ്റർ ആണുള്ളത്. പോയിൻ്റർ = പോയിൻ്ററിൻ്റെ ലിങ്ക്, പോയിൻ്റർ = പോയിൻ്ററിൻ്റെ ലിങ്ക്. i = i+1 എന്ന് പറയുന്ന പോലെ പോയിൻ്റർ = പോയിൻ്ററിൻ്റെ ലിങ്ക്. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സ് നമ്മൾ കാണണം. ഈ ട്രാവേഴ്സൽ എന്ന് പറയുമ്പോൾ ബിഗിനിങ് മുതൽ എൻഡ് വരെയാണ് നമുക്ക് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എവിടെ എൻഡായെന്ന് എങ്ങനെ അറിയാൻ പറ്റുന്നത്, ഏതോ ഒരു ptrൻ്റെ ലിങ്ക് എന്തായിട്ട് കണ്ടു, നള്ളായിട്ട് കണ്ടു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന എവിടം വരെ ആയിരിക്കും, ptr അപ്ഡേറ്റ് ചെയ്ത് വരുന്ന ptr എപ്പോഴാണോ നള്ളാവുന്നത് അതുവരെ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ പ്രോസസ്സും ഈ ഒരു പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഹെഡ് എടുത്തു. ഹെഡ് നള്ളാണെങ്കിൽ ലിസ്റ്റ് എം ഡി ആണ് നമുക്കറിയാം, അല്ല എങ്കിൽ ലിസ്റ്റിനകത്ത് എലമെൻ്റ് ഉണ്ട്. അപ്പോൾ എലമെൻ്റ് ആണെന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ആര് വേണം, ഒരു ട്രാവേഴ്സ് ചെയ്യാനായിട്ടുള്ള ഒരു വേരിയബിളിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പോയിൻ്റ് മീൻസ് വേരിയബിളിൻ്റെ പേര് എന്താണ്, ptr. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹെഡിൻ്റെ കണ്ടൻറ്റ് എടുത്ത് സ്റ്റോർ ചെയ്ത് ബാക്കപ്പ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ptr വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത നോഡിനെ അതിൻ്റെ അടുത്ത നോഡിലേക്ക് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ptrൻ്റെ വാല്യൂ ഹെഡ് കൊടുത്തു. ഇനി നമുക്ക് ഈ ptrനെ എപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്, ptrൻ്റെ വാല്യൂ ptr ≠ null എന്ന് പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റത്തെ നോഡ് വരെയും പോകണം. അവിടെ വരെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്, ptrനകത്ത് വരുന്ന ഓരോ ഡേറ്റയും ptrൻ്റെ ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യണം. പിന്നെ ptrനെ അപ്ഡേറ്റ് ചെയ്യണം. ptrൻ്റെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ptr = ptr → link. അപ്പോൾ ഇത്രയും ലൈൻ ഓഫ് കോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും, നമുക്ക് ഇൻസേർഷൻ ചെയ്ത് കിട്ടും. ലൈൻ ഓഫ് കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ empty കണ്ടീഷനോട് ചെക്ക് ചെയ്യുന്ന കേസും കൂടെ നോക്കണേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ടോട്ടൽ നമ്പർ ഓഫ് എത്ര ptr = ptr → data. ഓക്കെ, ദെൻ ptrൻ്റെ ഡേറ്റ പ്രിൻറ്റ് ചെയ്തു. അതിന് നമ്മൾ എന്ത് ചെയ്തു, ptrൻ്റെ ലിങ്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. ഇനി സപ്പോസ് നമ്മൾ പറയുവാണെങ്കിൽ ടോട്ടൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നുള്ളത് കൗണ്ട് ചെയ്യണം. സോ കൗണ്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കുക, കൗണ്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 2 3 4 എത്ര എലമെൻറ്റ്സ് ഉണ്ട്, 4 നോഡ്സ് അല്ലെങ്കിൽ 4 എലമെൻറ്റ്സാണ് ഉള്ളത്. ഇത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, നമ്മളിങ്ങനെ ഓരോ എലമെൻറ്റും അല്ലെങ്കിൽ ഓരോ നോഡ് കഴിയുമ്പോഴും നമ്മൾ അടുത്ത നോഡിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു വേരിയബിൾ എടുത്തിട്ട് അതിനെ കൗണ്ട് എന്ന് വിളിക്കാം, സി എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഓരോ വേരിയബിൾ കഴിയുമ്പോഴും കൗണ്ടിൻ്റെ വാല്യൂ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സിൻ്റെ കൗണ്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതുവരെയുള്ള അൽഗോരിതം അങ്ങനെ തന്നെ കൊടുക്കുക. ഹെഡ് നള്ളാണെങ്കിൽ നമുക്ക് ലിസ്റ്റ് എം ടി ആണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഹെഡിൻ്റെ വാല്യൂ എടുത്ത് നമ്മൾ പോയിൻ്ററിൽ കൊടുക്കും. എന്നിട്ട് പോയിൻ്റർ നള്ളാകുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യണം, ഡേറ്റയെ പ്രിൻറ്റ് ചെയ്യുന്ന പരിപാടി വേണ്ട. നമുക്കിവിടെ വേണ്ട എന്താണ്, കൗണ്ടാണ് ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത്. കൗണ്ട് = count+1. അതായത് ടോട്ടൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നുള്ളത് കൗണ്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എലമെൻറ്റ്സിനെ പ്രിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ എന്ത് ചെയ്താൽ മതി, കൗണ്ട് ചെയ്താൽ മതി അല്ലേ. എന്നിട്ട് ptrൻ്റെ ലിങ്ക് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നേരത്തെ പഠിച്ച പ്രോഗ്രാമിനകത്ത് ptrൻ്റെ ഡേറ്റ എന്നുള്ള പോർഷൻ മാറ്റി കൗണ്ട് അപ്ഡേറ്റ് ചെയ്ത് കൗണ്ട് = count+1 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ ലിങ്ക്ഡ് ലിസ്റ്റ് നമുക്ക് കിട്ടും. സിമ്പിളാണ്, ചെറിയൊരു കോൺസെപ്റ്റ് മതി നമുക്കത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്.